ഇതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ മണിച്ചിത്രത്താഴിലെ ഒരു വേഷം ജഗദീഷ് ശ്രീകുമാറിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏതാണ് ആ വേഷം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ജഗദീഷ് ശ്രീകുമാർ ഒരിക്കൽ കുറച്ച് കാലം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, കുറേ കാലം മുമ്പ്, അത് പിന്നീട് അതിനെക്കുറിച്ചുള്ള ചില ക്ലിപ്പിങ്ങുകളൊക്കെ ഞാൻ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു റീലായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. കാരണം ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത് ആ ഒരു സിനിമയിൽ അഭിനയിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയാണെന്നാണ്. അതായത് ജഗദീനെ നമ്മൾ മണിച്ചിത്രത്താഴിലേക്ക് വിളിച്ചു, ബുക്ക് ചെയ്തു, ജഗതിയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് വാരബലം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് അതിൽ മുകേഷും ശ്രീനിവാസനും ഒക്കെ, അതായത് മുകേഷിന് ചെവി കേൾക്കുന്നില്ല, ശ്രീനിവാസനെ കണ്ണ് കാണാത്ത, ഇവരെ നോക്കാൻ വരുന്ന ഒരാളായിട്ടാണ് അതിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ക്യാരക്ടർ. അതായത് ഇവർ രണ്ടുപേരും കുട്ടികളെ പോലെയാണ്, ഇവരെ നോക്കാൻ വേണ്ടി തിലകനായ അച്ഛൻ വരുത്തിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആദ്യം ഡേറ്റ് കൊടുക്കുകയോ അതോ ആ ഒരു സിനിമയുടെ ഷൂട്ട് നീണ്ടുപോവുകയോ, എന്തായാലും ആ ഒരു സിനിമയ്ക്കായിരുന്നു പ്രയോറിറ്റി. അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത്, എനിക്ക് ആ ഒരു വാക്ക് കൊടുത്തു വാരബലത്തിൽ, അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റിയില്ല, മണിച്ചിത്രത്താഴ് എനിക്ക് അവസരം നഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ എൻ്റെ വാക്കിന് വില കൊടുത്തു എന്നാണ് പറയുന്നത്.